ഇന്നത്തെ സ്പെഷ്യൽ കോഴിക്കോട്ട. ഒരു ഗ്ലാസ് വറുത്ത പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് പൊടി നനയ്ക്കുക. നൂലപ്പത്തിനും പത്തിരിക്കൊക്കെ കുഴയ്ക്കണ പോലെ തന്നെ ഇത് കുഴയ്ക്കണം. കുറച്ച് ബെല്ലത്തിലുണ്ടാക്കണ, കുറച്ച് പഞ്ചസാരയിലും. അപ്പോൾ ബെല്ലം പഞ്ചസാര ഇട്ടു, കുറച്ച് ഏലക്കപ്പൊടി ഇട്ടു, മിക്സ് ചെയ്തു. അപ്പോൾ പൊടി കുഴച്ചത് ചൂടാറിയുണ്ട്. ഇതാണ് ആവിയിൽ വേവിച്ചെടുത്ത കോഴിക്കോട്ട, പിന്നെ ആവിയിൽ വേവിച്ചെടുത്ത മധുരക്കിഴങ്ങും. ഈ കോഴിക്കോട്ട നമുക്ക് പരത്തി അതിൻ്റെ ഉള്ളിൽ നാളികേരമൊക്കെ വെച്ച് സെറ്റാക്കാം. ഇതിൽ ജീരകം ആവശ്യക്കാർക്ക് ജീരകം ഇടാം. ഞങ്ങൾക്ക് ജീരകം ഇഷ്ടമില്ല, അത് കാരണം ഇടാത്ത. മാവ് കനം കുറച്ച് പരത്തിയാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. എല്ലാം ഉണ്ടൊരുത്തി സെറ്റ് ചെയ്തു. ഇനി ഇതൊക്കെ ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു മധുരക്കിഴങ്ങും കൂടി ഇതിൻ്റെ വെക്കുന്നുണ്ട്. ആ മധുരം പോവില്ല അങ്ങനെ ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ കോഴിക്കോട്ടയും മധുരക്കിഴങ്ങൊക്കെ വെന്തു. ഇത് വേവുണ്ട് കേട്ടോ, കുറച്ച് നേരം അടുപ്പത്ത് വയ്ക്കണം. അത് പൊളിച്ച് നാളികേരം ഇട്ടത് സൂപ്പർ ടേസ്റ്റി